വന്യജീവികൾ മാത്രമല്ല മനുഷ്യനും ജീവിക്കണമെന്ന മുദ്രാവാക്യമുയർത്തി ഇരാറ്റുപേട്ട സെൻട്രൽ ജംഗ്ഷൻ സമീപം അനിശ്ചിതകാല കർഷക സ്വരാജ് സത്യാഗ്രഹം ആരംഭിച്ചു. വ്യാപാര വ്യവസായ ഗവൺമെന്റ് സമിതി സംസ്ഥാന വൈസ് ചെയർമാൻ തോമസ് കുട്ടി മുതുമുനക്കൽ അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ കിസാൻ മഹാസംഘ് ദേശീയ കോർഡിനേറ്റർ കെ.വി. വിജു ഉദ്ഘാടനം ചെയ്തു. ശരാശരി 120 ആളുകൾ ഒരു വർഷം കേരളത്തിൽ കൊല ചെയ്യപ്പെടുന്നു. ഈ വർഷത്തെ കണക്ക് വരുന്ന സമയത്ത് നമ്മൾക്കറിയാം അതിലും ഭയാനകമായ ഒരു കണക്കാണ് വരാൻ പോകുന്നത്. അത്രയധികം ആളുകൾ ഈ വർഷം കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പരിഹാരത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ചർച്ച ചെയ്യേണ്ടത് എന്തുകൊണ്ട് ഇതുണ്ടാകുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഞങ്ങളുടെ മുദ്രാവാക്യം തന്നെ വന്യമൃഗങ്ങളും ജീവിക്കണം, ഞങ്ങൾക്കും ജീവിക്കണം എന്നുള്ളതാണ്. അവരുടെ പറമ്പിലും വീട്ടിലുമായിട്ട് കാട്ടുപോത്ത് ആക്രമിച്ച് കൊല ചെയ്യപ്പെട്ടതാണ്. ഒരാൾ സ്വന്തം വീട്ടില് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആക്രമിക്കപ്പെട്ടത്. മുനിസിപ്പൽ ചെയർമാൻ വി.പി. നാസർ മുഖ്യപ്രഭാഷണം നടത്തി. ഈ മേഖലയിൽ ധാരാളം കർഷകരും കർഷക സംഘടനകളും പരിസ്ഥിതിവാദികളും പ്രകൃതിവാദികളുമായിട്ടുള്ള ഒരുപാട് സുമനസ്സുകളായ ആളുകൾ അധിവസിക്കുന്ന പ്രദേശമാണ് ഈ പൂഞ്ഞാർ ഇരാറ്റുപേട്ട മേഖല. നമ്മുടെ മീനച്ചിൽ താലൂക്കിൽ തന്നെ അത്തരത്തിൽ ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ദൈവം ഈ ലോകത്ത് പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നതെല്ലാം മനുഷ്യർക്ക് വേണ്ടി മാത്രമാണെന്നാണ്. അവർക്ക് അവിടെ സ്വതന്ത്രമായി അധിവസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് ജനങ്ങളുടെ പ്രവൃത്തികൾ കടന്നു ചെല്ലുമ്പോഴാണ് അത്തരത്തിൽ വനത്തിൽ ജീവിക്കുന്ന ചെറുതുമായ ജീവികൾ ജനങ്ങൾ താമസിക്കുന്ന മേഖലകളിലേക്ക്, ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി വരുന്നത്. നമ്മൾ അധിവസിക്കുന്ന മേഖലകളിൽ നിന്നും നമ്മുടെ ഭൂമിയെയും പ്രകൃതിയെയും ബാലൻസ് ചെയ്ത് നിർത്താൻ ആവശ്യമായ തരത്തിലുള്ള ജീവജാലങ്ങൾ ഇവിടെ സ്ഥലം വിട്ടു പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്ന കാഴ്ച. വന്യജീവി സെൻസസ് നടത്തുക, അധികമുള്ള വന്യജീവികളെ മാറ്റിപ്പാർപ്പിക്കുക, വനത്തിനുള്ളിൽ മൃഗങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും ഒരുക്കുക, വന്യജീവി ആക്രമണത്തിൽ നഷ്ടപരിഹാര ട്രൈബ്യൂണൽ ആരംഭിക്കുക, നിയന്ത്രിത വേട്ട അനുവദിക്കുക തുടങ്ങിയ ആവശ്യം ഉന്നയിച്ചാണ് അനിശ്ചിതകാല സമരം നടത്തുന്നത്.